തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പിയുടെ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വി രാജേഷനാണ് മേയറാവുന്നത്. ചരിത്രത്തിന്റെ ഭാഗമാണ് ആവാൻ പോകുന്നത്. എങ്ങനെ കാണുന്നു ഈ നിയോഗത്തെ? അല്ല, അതൊരു നിമിത്തമാണല്ലോ. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പ്രവർത്തകർ ജീവൻ നൽകി പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായി മത്സരിക്കാൻ സാധിക്കുന്നത് ഒരു നിമിത്തമാണ്. വലിയ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളെക്കാലൊക്കെ തന്നെ ഒരുപാട് കഴിവുള്ളവർ, ഒരുപാട് ത്യാഗം ചെയ്തവർ, നിരവധി പേർ നടന്നുപോയി അവർ പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ്. തീർച്ചയായിട്ടും ഞാൻ അവരുടെ മുമ്പിൽ നമിക്കുകയാണ്. ഒരു മുൻ മേയർ തൊട്ടു മുമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഫോൺ എടുക്കുന്ന മേയർ ആയിരിക്കും വി രാജേഷ്? പരമാവധി ഞാൻ ഇപ്പോൾ തന്നെ ഫോൺ എടുക്കാറുണ്ട്. എടുത്തില്ലെങ്കിൽ പരമാവധി തിരിച്ചു വിളിക്കാറുണ്ട്. ഇന്നിപ്പം എനിക്ക് ഫോൺ എടുക്കാനോ വിളിക്കാനോ സാധിക്കും. കാരണം ഉച്ചവലിക്കുന്ന ഫോൺ കോളുകളാണ്. ഇനി ഏതൊക്കെയാണ് മിസ്ഡ് കോളൊന്നും കണ്ടുപിടിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ഇങ്ങനെയുള്ള ചില ദിവസങ്ങൾ സാധിക്കില്ല. അല്ലെങ്കിൽ ഞാനൊരു പരിപാടി കഴിഞ്ഞ് കാറിൽ കയറി കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് ഏതൊക്കെ കോളാണ് ഇനി തിരിച്ചു വിളിക്കേണ്ടത് നോക്കിയിട്ട് വിളിക്കുകയാണ് ചെയ്യുന്നത്. ചില ദിവസങ്ങൾ സാധിക്കാറില്ല. ബി.ജെ.പിക്ക് മേയർ സ്ഥാനാർത്ഥി കണ്ടെത്താൻ വേണ്ടി ഇത്രയും 2 ആഴ്ച കാലതാമസം എടുത്തു. എന്താണ് പറ്റിയത് അതിന്? ബി.ജെ.പി ഒരു കാലതാമസം എടുത്തിട്ടില്ല. ഞങ്ങളെ പ്രൊസീജിയറിന്റെ ഭാഗമാണ്. ഞങ്ങൾക്ക് 2 വട്ടം കൂട്ടിയിരുന്ന് മേയർ സ്ഥാനാർത്ഥി തീരുമാനിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് കൃത്യമായിട്ട് പല ഘടകങ്ങളിലും ഒരു 8-10 ഘടകങ്ങളിൽ എല്ലാ വിഷയവും എല്ലാ വശവും ചർച്ച ചെയ്യണം. കൗൺസിലേഴ്സിനോട് വ്യക്തിപരമായ അഭിപ്രായം ചോദിക്കും. ഈ പ്രോസസ്സൊക്കെ ഒരു ഫസ്റ്റ് ഡേ 1 മുതൽ ഞങ്ങൾ ഈ പ്രോസസ് ആരംഭിച്ചു. ഇന്ന് ഉച്ചയ്ക്കാണ് കംപ്ലീറ്റ് ആയത്. ഡൽഹിയിൽ വരെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് ഞങ്ങളുടെ പാർട്ടിക്ക്. പ്രധാനമന്ത്രി വന്ന് പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞത്. അതുണ്ടാവും തീർച്ചയായിട്ടും. 45 ദിവസത്തിനാവും. ഡിസംബർ 14 മുതൽ 45 ദിവസത്തിന് പ്രധാനമന്ത്രി വരും. ആദ്യ പരിഗണന ഏത് വിഷയത്തിനായിരിക്കും കൊടുക്കുക? ഞങ്ങൾ നേരത്തെ പറഞ്ഞ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന, ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്കായിരിക്കും. തെരുവുനായ് ശല്യം ആദ്യം തന്നെ ക്ലിയർ ചെയ്യണമെന്നുള്ളൊരു സംഭവം മനസ്സിലുണ്ട്. ഈ പ്രതിപക്ഷം വളരെ ശക്തമാണ്. അപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ നിങ്ങൾ പ്രതിപക്ഷ ചെയ്യുന്ന സമയത്ത് ഓരോ പോരാട്ടം നടത്തി നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ഭരണപക്ഷത്തിൽ നിന്ന് പ്രതിപക്ഷത്തെ കാണുക? പ്രതിപക്ഷം ശക്തമാകുമ്പോഴാണ് ഞങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നത്. കാര്യം ആരോഗ്യകരമായ സംവാദം നടക്കും. അതോടൊപ്പം തന്നെ അനുഭവ സമ്പത്തുള്ള, പരിചയ സമ്പത്തുള്ള നേതാക്കന്മാരാകുമ്പോൾ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും. അവർ ശക്തമായ വിഷയങ്ങൾ ഉന്നയിക്കും. അതിൽ ശരിയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തിരുത്താൻ സാധിക്കും. അങ്ങനെ നല്ലൊരു ജനാധിപത്യം, കരുത്തുറ്റൊരു ജനാധിപത്യം മാതൃകയാക്കാൻ വേണ്ടി തിരുവനന്തപുരം കോർപ്പറേഷൻ സാധിക്കും. നന്ദി. നല്ലൊരു ഭരണം കാഴ്ചവെക്കട്ടെ. ക്യാമറ പേഴ്സൺ എസ് സനോഷിനോടൊപ്പം RB സനൂപ്, മീഡിയ 1.